Sargam kitchenil red velvet cake ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി വെക്കാം. 1/2 കപ്പ് പാല്, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി. ആദ്യം 1/2 കപ്പ് പാലിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് തയ്യാറാവുമ്പോഴേക്കും ബട്ടർ മിൽക്ക് ശരിയായിക്കോളും. നീക്കി വെക്കാം. ആദ്യം നമുക്ക് ട്രേ സെറ്റ് ചെയ്യാം, കേക്ക് ട്രേ. അതിനുവേണ്ടി കുറച്ച് ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും മൊത്തം ഒന്ന് പരട്ടാം. അതിനുശേഷം മൈദ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും തട്ടി ശരിയാക്കാം. ജസ്റ്റ് കേക്ക് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേ ഷേപ്പിൽ നമ്മൾ ബട്ടർ പേപ്പർ വെട്ടി അതിലേക്ക് വെക്കാം. മൈദ അധികമുള്ളത് തട്ടിക്കുടഞ്ഞ് കളയണം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ബാറ്ററൊക്കെ തയ്യാറായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വീഴ്ത്താം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ച്, നല്ല ചൂട് കട്ടിയുള്ള പാത്രം വെച്ച്, ഉപ്പ് മുന്നേ ബേക്ക് ചെയ്തത് തന്നെയാണ്. ഉപ്പ് ഇട്ട് ആദ്യം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു തട്ടും കൂടി വെക്കണം. ഇതിവിടെ ഇരുന്നിട്ട് 5 മിനിറ്റ് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. മൈദ അളക്കുമ്പോൾ എല്ലാതും അളക്കുമ്പോൾ നമ്മളിങ്ങനെ വേറൊരു കയ്യിലെടുത്തിട്ട് കോരി ഇടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നല്ല ഇളക്കം തട്ടും മാവിനൊക്കെ. അങ്ങനെ കപ്പ് കൊണ്ട് തന്നെ കോരി എടുക്കാൻ പാടില്ല. ഇതിപ്പോൾ 1 കപ്പ് മൈദ ഇങ്ങനെ വേറെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിടണം. എന്നിട്ട് കറക്റ്റ് അളവ് ഇതുകൊണ്ടൊന്ന് വടിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ അത് നമ്മൾ അരിക്കണം. 3 പ്രാവശ്യം അരിക്കണം. ആദ്യം തന്നെ നമ്മളൊരു അരിപ്പയിലേക്ക് ഇടാം. കൊക്കോ പൗഡർ 1.5 ടീസ്പൂൺ, ഉപ്പ് 1 പിഞ്ച്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. നമുക്കൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അരിക്കാം. അങ്ങനെ 3 പ്രാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും അരിക്കണം. ഒന്നുകൂടി അരിക്കാം. അപ്പം മാവ് എല്ലാത്തിനും ഇളക്കം കിട്ടി സോഫ്റ്റ് ആവും കേക്ക്. അപ്പം നമ്മുടെ ഡ്രൈ ഫ്ലവർ ഓക്കെ ഉണ്ട്. 50 ഗ്രാം ബട്ടർ നല്ലോണം ബീറ്റ് ചെയ്യണം. ബിസ്കോട്ടും അടിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ ഞാൻ ബീറ്റർ കൊണ്ടാണ് ചെയ്യണം. അപ്പോൾ നല്ല ഒരു 4 മിനിറ്റെങ്കിലും അടിച്ച് ഇതിൻ്റെ കളറ് മാറണം. സ്ലോയിൽ തുടങ്ങണം അടിക്കാൻ വേണ്ടി. എന്നിട്ട് ഹൈയിലേക്ക് പോവാം. 1/4 കപ്പ് പഞ്ചസാരയാണ് കുറച്ചീശായിട്ട് ചേർത്തിട്ട് നമുക്ക് അടിക്കാം. ആദ്യം നമുക്ക് ഇതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇളക്കാം, അല്ലെങ്കിൽ തെറിച്ച് പോകും. എന്നിട്ട് പഞ്ചസാരയും ബട്ടറും നല്ലോണം അടിഞ്ഞിട്ട് 2 എഗ്ഗാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി എടുക്കണം. അതിൽ ഓരോന്നായിട്ട് നമുക്ക് അടിച്ച് ചേർക്കാം. ആദ്യം 1 എഗ്ഗ് ചേർത്ത് അടിക്കുക. നല്ലോണം ബീറ്റ് ചെയ്യണം. പിന്നെ അടുത്ത എഗ്ഗ് പൊട്ടിച്ച് ചേർക്കാം. കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്യണം. ബട്ടർ മിൽക്ക് കാൽ കപ്പ് നേരത്തെ മാറ്റി വെച്ചത്, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചത്. പാലും വിനാഗിരിയും കൂടി ചേർത്ത് ആദ്യം ഉണ്ടാക്കും. അതും വെച്ച് ബീറ്റ് ചെയ്യണം. വെനില എസൻസ് 1 ടീസ്പൂണും കുറച്ചും കൂടി ചേർക്കാം. 1.25 ചേർത്ത് മിക്സ് ചെയ്യാം. വിനാഗിരി 1 ടീസ്പൂൺ,
മാവ് കലക്കാൻ ഈ ബീറ്ററാണ് നല്ലത്. എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാനാണ് മറ്റേ ബീറ്റർ ആവശ്യം. ഇനി നമുക്ക് ഫുഡ് കളർ ചേർക്കാം. ഫുഡ് കളർ അനുസരിച്ച് ചേർക്കാം. 1 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചുള്ളത്. ഇനി നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കളർ പോരാ. അപ്പോൾ നമുക്ക് 1 ടീസ്പൂണും കൂടി ചേർക്കാം. 1/4 ടീസ്പൂണും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ മാറ്റി വെച്ചത് ചേർക്കാം. കുറച്ച് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ക്രീം ചെയ്യാം. ഇത് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ മാവ് കുഴക്കണ ബീറ്റർ കൊണ്ടാണ് ചെയ്യണത്. അതുകൊണ്ട് മെല്ലെ ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് സ്പാറ്റുല ഉപയോഗിച്ച് ഇളക്കാം. ഇതിങ്ങനെ ആക്കി ഇതിങ്ങനെ നടുവിൽ കൂടെ ഒരു കട്ട് ചെയ്യണം. അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കണം. എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടുവിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യണത്. ഇതിങ്ങനെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റിബണിൻ്റെ പോലെ ഒരു കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നല്ല പാകമായിട്ട് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് പാനിലേക്ക് വെച്ച് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. എല്ലാ മാവും നമ്മളിങ്ങനെ ട്രേയിലേക്ക് വീത്തണം. ഇനി ഇത് ഒന്ന് തട്ടി ലെവലാക്കണം. എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേക്ക് പാൻ ഇങ്ങനെ തട്ടണം. പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് കേക്ക് ട്രേ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് വെയിറ്റ് വയ്ക്കാം. ഒരു 45 മിനിറ്റ് ഇത് ഇങ്ങനെ ബേക്ക് ചെയ്യണം. ഒരു ഗ്യാസ് സിമ്മിലിടണം. 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കാം. 30-35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറായോ എന്ന് നോക്കാം. ഇടയ്ക്കൊന്നും തുറന്നു നോക്കാൻ പാടില്ല. കേക്കിൻ്റെ പൊന്തൽ നിൽക്കും. അപ്പം ഇനി നമുക്ക് ചെറിയൊരു ടൂത്ത് പിക്കോ കത്തിയോ കൊണ്ട് ഒന്ന് കുത്തി വെക്കാം. അതിൻ്റെ സെൻറ്റർ ഒന്ന് കുത്തി വെക്കാം. നല്ലോണം വെന്തുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് വയ്ക്കാം. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ചിട്ട് എടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ അരിവശമൊക്കെ ഒന്ന് വിടിച്ച് കേക്ക് എടുക്കാം. എന്നിട്ട് വേണം ഐസിങ് ചെയ്യാൻ. കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു കത്തിയെടുത്ത് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യണം. അങ്ങനെ അത് കുറേ നേരം വെക്കാൻ പാടില്ല. എന്നിട്ടിത് എല്ലാം ഒന്ന് എടുത്ത് ഇങ്ങനെ വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി ക്രീം ചെയ്യാം. റെഡ് വെൽവെറ്റ് കേക്ക് ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് ക്രീം, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യും. 5 മിനിറ്റ് ഇത് നല്ലോണം ബീറ്റ് ചെയ്യണം. നല്ല തിക്ക് കൺസിസ്റ്റൻസി വരണം. അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം. ഇതിപ്പോൾ ക്രീം ചെയ്യാൻ വെച്ച ബൗളും ഈ ബീറ്ററും ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തുള്ളത്. ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്രീം നല്ല തിക്കായിട്ട് ഇനി നമുക്ക് ക്രീമി ചീസ് ഒരു 1/2 കപ്പ് ഉപയോഗിക്കണം. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചെയ്യണം. സ്പാത്തുല കൊണ്ട് ഇളക്കിയാലും മതി. ഞാനിപ്പോൾ ബീറ്റർ കൊണ്ട് തന്നെ ജസ്റ്റ് മെല്ലെ ഒന്ന് ചെയ്യണം. ക്രീമി ചീസും വിപ്പിംഗ് ക്രീമും നല്ല മിക്സ് ആയിട്ട് ഇനി നമുക്ക് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. നമ്മളൊരു റൗണ്ടിങ് ടേബിൾ വെച്ച് അതിൻ്റെ മുകളിൽ ബേസ് വെച്ച് നമുക്ക് ഈ കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഇപ്പോൾ ചൂടാറിയിട്ട് അതെടുത്ത് മാറ്റാം. നല്ല ഫ്ലഫി കേക്കായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് നടുമുറിക്കാം. 2 ആക്കിയാൽ മതി. ആദ്യം നമുക്കിതിൻ്റെ മോൾ ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആഴത്തി മുറിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മുറിക്കാം. മുകളിൽ നിന്ന് മുറിച്ചെടുത്തത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് 2ആയിട്ട് മുറിക്കാം. ഏകദേശം എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി മുറിക്കാൻ ശ്രദ്ധിക്കണം.
ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ക്രീമി ചീസും ക്രീമും കൂടിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിൽ തേക്കാം വഴിക്ക് പോകാണ്ടിരിക്കാനായിട്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് ഷുഗർ സിറപ്പ് തേക്കാം. കേക്കിന് നല്ല സോഫ്റ്റ്നെസ്സും ടേസ്റ്റും കിട്ടും. എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് സ്പ്രേ ബ്രഷ് കൊണ്ട് തേക്കുക ചെയ്യാം. ക്രീം എടുത്ത് സ്പാറ്റർ ഉപയോഗിച്ചിട്ട് ക്രീമൊക്കെ ഒന്ന് നല്ല 4 ഇഞ്ച് കലത്തിൻ്റെയെങ്കിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ക്രീം നല്ലോണം തേക്കണം. ഇനി നമുക്ക് അടുത്ത മുറിച്ച് വെച്ചതിൽ ഷുഗർ സിറപ്പ് തേക്കാം. ശ്രദ്ധിച്ച് നല്ല സോഫ്റ്റ് കേക്കാണ്, പൊട്ടാണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ലേബിൾ ചെയ്ത് ശരിക്കും വയ്ക്കാം. ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് തേക്കാം. നല്ലോണം ഷുഗർ സിറപ്പ് തേച്ചിട്ട് നല്ല കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ക്രീം ഇതിൻ്റെ മുകളിൽ പരട്ടാം. ക്രീം നല്ല കട്ടിയിൽ പരട്ടാം. സൈഡിലും ക്രീം തേച്ച് പിടിപ്പിക്കണം. സ്പാറ്റർ വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം. ക്രീം പരട്ടിയിട്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് മുകളിൽ അടിച്ച് വെച്ചത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ച് കേക്കിൻ്റെ മുകളിൽ നിന്ന് മുറിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തുള്ളത്. അപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.